ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഒരു എന്നെ സംബന്ധിച്ചൊരു എൻ്റെ ബാഹുബലിയാണ്. ഐഡന്റിറ്റി അദ്ദേഹത്തിൻ്റെ ഷോ ആണ്. ആ ഷോ കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. இந்த படத்தோட டிரெக்டர் அண்ணா அண்ட் அகில் எனக்கு வந்து இந்த ஸ்டோரி ஒரு வருஷம் முன்னாடி சொன்னாங்க. இந்த ஸ்டோரி கேட்ட உடனே நான் எனக்கு தெரியும் இந்த சான்ஸ் திரும்பி வராதுன்னு நான் டோவிக்கு உடனே ஃபோன் பண்ணி சொன்னேன், என்ன இருந்தாலும் இந்த படம் நான் பண்ண போகிறேன். ஸோ ஐ ஹோப் ஐ டிட் ஜஸ்டிஸ் டு த மூவி. அண்ட் நான் டோவி மீட் பண்ணல இந்த படத்துக்கு முன்னாடி. மீட் பண்ணிட்ட அப்புறம் he is one of my favorite artists, one of a really dear friend, and he's worked really hard in this movie. Our in the Padam, and he will take Malayalam cinema to the next level. I wish you the best, Toby. Always. I mean it. ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അത് തീർച്ചയായിട്ടും അത് നല്ല സിനിമയാണ്. അതിൻ്റെ പിന്നിൽ അഖിലിൻ്റെയും മനസ്സിൻ്റെയും ഒരുപാട് റിസർച്ചും ഹാർഡ് വർക്കും സിനിമയുടെ ആളുകളുടെ എല്ലാം ഹാർഡ് വർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിന് തൊട്ട് മുമ്പത്തെ സിനിമയോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സിനിമയായിട്ടോ യാതൊരു സാമ്യവും ഇല്ലാത്ത, എൻ്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമയായിട്ടും യാതൊരു സാമ്യവും ഇല്ലാത്ത പലതരം ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട്, പലതരം സിനിമകളുടെ പലതരം സ്ക്രീൻ പ്ലേകളുടെ ഭാഗമാവാനായിട്ട് സാധിക്കുന്നു എന്നത് എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങൾ ഒരുമിച്ചൊരു അവാർഡ് ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികൾ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളോട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറയാൻ പറ്റും. ഞാൻ പറയുന്ന ഒരു ഏറ്റവും മോശം തമാശ വരെ അവനവൻ്റെ വിഷ്വലൈസ് ചെയ്യാനും അതിനുവേണ്ടി ചിരിക്കാനും പറ്റും. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവരോട് പറഞ്ഞു, അഭിനയം അടിപൊളിയാണ്, ഇത് അഭിനയം ഗംഭീരമാണ്, നീ ഇനി അഭിനയിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഒരു 3 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണം എനിക്കൊരു സിനിമ വരണമെന്ന് കൂടി പറയുന്നുണ്ട്. അത് നിർബന്ധമില്ല. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധാനം ചെയ്താൽ മതി. ഞാൻ അതിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക്